ഓ പൂക്കാക്കി ഇരിക്കുന്നു. ഫ്രണ്ട്സ്, ഇന്നലെ ഉണ്ടല്ലോ CRF ട്രെയിനിങ്ങിനെല്ലാം പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇവിടെ ഒരു വളവെത്തിയാലും വണ്ടി ഒന്ന് സ്കിഡായിപ്പോയി. ബാലൻസ് ചെയ്യാൻ നോക്കുമ്പോഴേക്ക് ഈ ഒരു സൈഡിൽ നിന്ന് നല്ല ഒന്നൊന്നരപ്പെടുത്താൻ ഓടിച്ചത്. നല്ല പെയിനാന്ന് അതുകൊണ്ട് തന്നെ ഇന്ന് കാലത്ത് ജിമ്മിനും പോയിട്ടില്ല, അതുപോലെ തന്നെ സൈക്ലിങ്ങിനൊന്നും പോയിട്ടില്ല. അപ്പോൾ നാളെയും കൂടെ നോക്കിയിട്ട് വേദന കുറവില്ലെങ്കിൽ ഡോക്ടറെ അടുത്ത് പോകണം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എൻ്റെ അങ്കിളിൻ്റെയും മോളതും വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. രണ്ടാമതും ഒരുമിച്ചാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം നമുക്ക് അവിടെ ഒരു പാർട്ടി ഉണ്ട്. അപ്പോൾ പാർട്ടിക്ക് പോകുന്നതിന് മുമ്പ് പാപ്പിശ്ശേരി ജാസ് ബേക്സിൽ പോയിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കണം. ഇത് ഇങ്ങനെ കൊണ്ടുപോകാൻ കഴിയില്ല, അതുകൊണ്ടാണ്. അയ്യോ പോവില്ലാന്ന് തോന്നുന്നല്ലേ? പോവോ? ഫ്രണ്ട്സ്, ഇപ്പം സമയമുണ്ടല്ലോ 5 മണിയായി. ഞാൻ കുറച്ച് കിടന്നുറങ്ങിപ്പോയി. ശരിക്കും 5:30 മണിയാകുമ്പോഴേക്ക് നമുക്ക് ഇറങ്ങണമെന്നെല്ലാം വിചാരിച്ചേന്ന്. പക്ഷെ കുറച്ചും കൂടി ലേറ്റ് ആവും. പിന്നെ എന്താ പറയുക, ഫംഗ്ഷൻ ശരിക്കും രാത്രിയേ ഉള്ളൂ. പക്ഷെ കുറച്ച് നമ്മൾ നേരത്തെ പോകുന്നതാണ്. നമ്മളെ പാപ്പിശ്ശേരി മേൽപ്പാലം പൂട്ടിയിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ കീച്ചേരി വഴി കറങ്ങിയിട്ടെല്ലാം വേണം പോകാൻ വേണ്ടി. അപ്പം പിന്നെ കുറച്ച് നേരത്തെ പോകാൻ വിചാരിച്ച്. അപ്പം എന്താ പറയുക, ഞാൻ മാത്രമേ ഇനി റെഡിയാകാനുള്ളൂ. ബാക്കി എല്ലാവരും റെഡി ആയിട്ടുണ്ട്. മാച്ചു ഇവിടെ റെഡി ആയിട്ട് എന്തോ ഒരു പരിപാടി ഒപ്പിക്കുന്നുണ്ട്. അതെന്താന്ന് ഞാൻ കാണിച്ചു തരാം. മാച്ചു, നീ എന്ത് ചെയ്തേ? മിഠായിന്റെ മുമ്പിൽ ഇതൊരു സ്റ്റിക്കർ പോലത്തെ സംഭവം ഒട്ടിച്ചു കൊടുക്കും. റിയൽ ലവ് സ്റ്റോറീസ് ഹാവ് നോ എൻഡ്. ഇത് മാച്ചുവിന്റെ സ്വന്തം വേർഡ്സ് ആണ്. ഫ്രണ്ട്സ്, നമ്മളിവിടെ എത്തുമ്പോഴേക്ക് ഫുൾ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ മാത്രമേ ഇവിടെ എത്തിയിട്ടുള്ളൂ, ബാക്കി എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമുക്ക് ആദ്യം തന്നെ ഉണ്ടല്ലോ ഇവിടെ പുറത്തെല്ലാം സെറ്റപ്പെല്ലാം നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇവിടെ കേക്ക് കട്ട് ചെയ്യാനുള്ള സ്റ്റാൻഡെല്ലാം നല്ല അടിപൊളിയാക്കി ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ കാറ്ററിങ്ങിൻ്റെ പിള്ളേർ ടാബിളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് വീട്ടിൻ്റെ ഉള്ളിൽ നോക്കാം ആരൊക്കെയാണ് വന്നതെന്ന് നോക്കാം. മിക്ക ആൾക്കാരും രാത്രി ആകുമ്പോഴേക്കും എത്തുള്ളൂ. നമ്മളെപ്പോലെ കുറച്ച് ആൾക്കാർ മാത്രമേ നേരത്തെ എത്തിയിട്ടുള്ളൂ. ഹായ്. ഓക്കെ ഓക്കെ, നമ്മളെ റിസിയും ഇഷാനും വന്നിട്ടുണ്ട്. ഒരു ഹായ് പറഞ്ഞേ. എന്തേ നിങ്ങൾ ലേറ്റ് ആയി പോയേ? പള്ളി പോയോണ്ടാ? റിസ ലേറ്റ് ആയതാ? സുന്ദരിയാകാൻ വന്നിട്ടല്ലേ? മേക്കപ്പ് ഇടാൻ വേണ്ടി? അത് കാണാനുണ്ട് മോളെ മേക്കപ്പ്. അതന്നെ കുറച്ചൊന്ന് കിട്ടിയിട്ടെല്ലാം ഉണ്ട്, വാലെല്ലാം ആക്കിയിട്ടുണ്ട്. ഷസ ഹായ്. നിന്റെ ബ്ലോഗ് ഉണ്ടെന്ന്? ഇല്ല, ഇരിക്കെ. ഹായ്. നമ്മളെ സുന്ദരികൾ ഓരോരാളായിട്ട് പരിചയപ്പെടൂ. പറ പേര് പറ. അമ്മാന. അമ്മൂന്നല്ലടി നിന്നെ വിളിക്കല്? യെസ്, അമ്മക്കുട്ടി. പിന്നെ നിന്നെന്താ വിളിക്കല്? ആച്ചി. അമ്മ കാലിക്കറ്റ് എന്നാണ്. നമ്മളെ നസീമിന്റെ പെങ്ങളാണ് അല്ലേ? ഒരു ഹായ് പറഞ്ഞൂടെ? ഭയങ്കര ക്ഷീണത്തിൽ ഇന്ന് ഉച്ചക്കെത്തിയതാണ്, അതുകൊണ്ട് ഭയങ്കര ക്ഷീണത്തിലാണ് ആള്. നമ്മളിൽ കാലിക്കറ്റ് വരുന്നില്ല എന്നിട്ട് ക്ഷീണിക്കുന്നില്ലല്ലോ. നിങ്ങൾ ഇന്നൊരു ദിവസം വരുമ്പോഴേക്ക് ഇത്ര ക്ഷീണിച്ചേ? ശരിയില്ല ഏട്ടാ, ഇതൊന്നും ശരിയല്ല. സ്ട്രെങ്ത് ഇല്ല. അതെ, നമ്മളെ 1ാം വാർഷികം ആഘോഷിക്കുന്ന നമ്മളെ മാളക്കുട്ടി ഇതാ വന്നോണ്ടിരിക്കുന്നു. ഹായ് ഡിയർ. പാവ സുഖമില്ല. താങ്ക് യു. ഇതാ അങ്ങനെ 29ാം വാർഷികം ആഘോഷിക്കുന്ന നമ്മളെ അമ്മായി. 29ഉം 1ഉം 30. അതൊരു 1.5 വേണ്ടായിരുന്നു മോളെ, വേണ്ടായിരുന്നു. അമ്മോ അതെന്നെ എനിക്ക് തോന്നുന്നുണ്ട് ഇവക്ക് എന്തോ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാൻ തോന്നിട്ടുണ്ടല്ലേ? സത്യം പറ. ഷെനാസ എന്തിന്റെ സുഖല്ലേ? ഇതാണ് നമ്മളെ നസീമിന്റെ ഉമ്മ. ഒരു ഹായ് പറയോ? അതെന്റെ ഉമ്മാന്റെ അനിയത്തി. ഇത് പ്രത്യേകിച്ച് പറയണ്ടല്ലോ എന്റെ ഉമ്മ. ഇതാ അമ്മായിന്റെ ഉമ്മക്ക് ഭയങ്കര പരാതി. എന്നെ ഒന്നും റെക്കോർഡ് ചെയ്തില്ലല്ലോ ഒന്നും പറ്റി. ഇത് നമ്മളെ അമ്മായി റാബി അമ്മായി ഒന്ന് ഇങ്ങോട്ട് തിരിഞ്ഞേ. ഇങ്ങോട്ട് തിരിയാൻ പറഞ്ഞാൽ അങ്ങോട്ട് തിരിയുന്ന.
ഗൈസ് എവിടെ പോയി കഴിഞ്ഞാലുണ്ടല്ലോ ക്യാമറ കാണുമ്പോൾ എല്ലാവരും ഓടും. അതാണ് പ്രത്യേകത. ഇതാണ് ഇപ്പൊ പറഞ്ഞേ, നമ്മളൊന്നും ഓടൂല എന്ന് പറഞ്ഞത്. അപ്പൊ ഓടാത്ത ആൾക്കാരെ ഞാൻ നോക്കി പിടിക്കുക. കണ്ട ഇതിപ്പോ ഇന്ന് നമ്മളെ ഉമ്മ പിന്നെ ഉടുക്കാൻ വെച്ചത് ഇത് നമ്മളെ അമ്മായിന്റെ ഉമ്മാന്റെ അടുത്ത് സെയിം കളറായിരുന്നു. പക്ഷെ പിന്നെ ഞാൻ പറഞ്ഞത് ഉടുക്കണ്ടെന്ന് പറഞ്ഞു അതാണ് മാറ്റി വെച്ചത്. ഉടുത്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഇത് രണ്ടിൽ കാണാൻ വേണ്ടി എന്തായിരിക്കും ഇരട്ട വെച്ചോനെ ഉണ്ടാവും. അസ്സലാമലൈക്കും ഫൈസേ, എന്തുണ്ട്? സുഖം തന്നെ? ഇരിക്കൂ. നേരത്തെ ഉണ്ട്. നമ്മൾ ഫുഡ് അടി മത്സരത്തിലേക്ക് കടക്കാതെ നല്ല ഒരുപാട് ഐറ്റംസ് എല്ലാം ഉണ്ട്. പക്ഷെ ഇതെല്ലാം കണ്ടിട്ട് തിന്നാണ്ടിരിക്കാനും കയ്യിൽ ഇന്നത്തെ ആഴ്ച അവിടെ സൈഡാക്കി ഒന്നൊന്നര വെച്ചെത്തിയാണ് അല്ലേ? അല്ലെങ്കിൽ തന്നെ തടി കുറക്കാനാണ്. നീ എത്ര പഠിക്കുന്നപ്പോ? കണ്ണുക്കാരി ഷംസീറ. കമന്റ് ചെയ്യണ്ടേ, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. ഞാൻ ഇപ്പൊ പറയുന്നില്ല. ജിഞ്ചർ എന്താ വേണ്ടത്? വാവക്കേതാ വേണ്ടേ? നിങ്ങളെല്ലാരും ചായ കുടിച്ച്? ഏതാ കുടിച്ചേ? ഏതാ ഫ്ലേവർ കുടിച്ചേ? ഏതാ ഏറ്റവും ടേസ്റ്റ്? പച്ച ചോപ്പാ? പച്ച. അപ്പൊ ഗ്രീൻ എന്ന് പറഞ്ഞ എന്നാ കളറ്? പച്ച. അറിയാലേ? ഓക്കെ ടാറ്റാ. അങ്ങനെ നമ്മള് ഫുഡ് അടിയെല്ലാം കഴിഞ്ഞ് എന്നെ അടുത്തത് നമ്മളെ ഗെയിമിലേക്ക് കടക്കാന്ന്. ഒരുപാട് ഗെയിമൊക്കെ അമ്മായി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ഗെയിം ഇവിടെ നടക്കാൻ പോവാന്ന്. ബമ്പർ പ്രൈസാന്ന് പറയുന്നത്. അപ്പൊ ഒരുപാട് ആൾക്കാരെ പിന്നെ എന്താ പറയാ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഒരാളെ തെരഞ്ഞെടുക്കും. അതിനുശേഷം അവർക്ക് ഗിഫ്റ്റ് അല്ലേ? യെസ്. നമ്മളെ സുജ ചേച്ചിയൊക്കെ ഉണ്ട് കേട്ടോ. സുജ ചേച്ചി ഒരു ഹായ് പറ. അപ്പൊ സുജ ചേച്ചി എന്തെങ്കിലും കമന്റ് ചെയ്യാനുണ്ടോ? പറയാനുണ്ടോ? എന്തെങ്കിലും? ഒന്നും പറയാനില്ല. അടിച്ചു വിളിക്കുന്നു. എന്റെ പേര് പറ ബ്രോ, എന്റെ പേര് പറ. അപ്പൊ നമ്മളെ ഫസ്റ്റ് വിജയ് ജാസും വൈഫാണ്. അപ്പൊ അവർക്ക് വേണ്ടിയുള്ള ഗിഫ്റ്റ് എടുക്കാൻ അമ്മായി പോയിട്ടുണ്ട്. എന്താ ഗിഫ്റ്റ് നമുക്ക് നോക്കാം. വലുതാന്നല്ലേ ഇരുന്ന് പറയുന്നുണ്ട്. നമുക്ക് ഏതായാലും കണ്ടറിയാം അല്ലേ? കൊണ്ടറിയാം. ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. പേര് ഷംനാണ്. എന്റെ അമ്മായിന്റെ അനിയത്തിയാ. പക്ഷെ ഭയങ്കര നാണമുള്ള ഒരു കുട്ടിയാണ് കേട്ടോ. തന്നെ ആ ഫോട്ടോ ക്യാമറ കാണുമ്പോൾ മാത്രം നാണം. താങ്ക് യു. അങ്ങോട്ട് വാങ്ങിക്കുന്ന Made by Shanida. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
ഗിഫ്റ്റ് എന്റെ മക്കൾക്ക്. ഒന്ന് ഇങ്ങനെ കാണിച്ചു കാണിച്ചു കൊടുത്തില്ല. കാണിച്ചേ മോട്സ് പിടിക്കൂ. റഫ് ആൻഡ് ഗിഫ്റ്റ് ആണ്. മാള് കഴിയും. ഞാൻ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് നിക്കാന്റെ കോൺട്രാക്ട് തന്നിട്ടില്ല, ആരും സൈൻ ചെയ്യാന്. അപ്പൊ അതാക്കി ഇത് കൊടുക്കൂല. അതായി Thank you. മാസിന്റെ കൂടെ പോ. അതാ മാസ് അവിടെ ഉണ്ടാവും. എല്ലാരും നിങ്ങളടക്കം എല്ലാരും വന്നില്ലേ? താങ്ക് യു കുട്ടികൾ, ചിൽഡ്രൻ. അപ്പൊ ഫസ്റ്റ് ആനിവേഴ്സറിക്ക് നമ്മൾ എന്റെ വക ഒരു ഇഷാന്റെ വകയുണ്ട് ഒരു സ്വീറ്റ് ഗിഫ്റ്റ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം. എനിവേ താങ്ക്സ്, എല്ലാരും വന്നതിൽ വളരെ സന്തോഷം. റെഡി ആണെങ്കിൽ റെഡി ആവുക. ഓക്കെ റെഡി. ഓക്കെ പൂക്കാക്ക നമ്മളെ മാനം കാക്കണേ. കപ്പും കൊണ്ടേ വരാൻ പറ്റൂലൂ. അല്ലാ എന്റെ പഠിച്ചോന്. ഇതേതാ ഫുൾ കള്ളക്കളിയാന്നാ പറയുന്നത് കേട്ടാ. ആണുങ്ങന്മാർ തുടങ്ങിയതാണ് കള്ളക്കളി വന്നത്. ഇത്രയും സമയം നമ്മളെ കളിച്ച അടിപൊളി കളിയല്ലേ. വേണ്ട പാവ നമ്മൾ കാക്കാനേന്ന് ഫുൾ പഴി പറയുന്നണ്ടാ. വളരെ ശാന്തമായിട്ട് നടക്കുന്ന കാക്കാനേന്ന് മുഴുവൻ പറയുന്നു. ഓ പൂക്കാക്കി ഇരിക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ മത്സരം അവസാനിച്ചിരിക്കുന്നു. എല്ലാവരും പിരിഞ്ഞു പോവുക. ഇപ്പോൾ സമയം 12 മണിയായി. നമ്മളെല്ലാ കലാപരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മളെല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഞാൻ അവിടെ വീണ്ടും കാണുന്നത്. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.